ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മീനിൻ്റെ പുറത്തെ തൊലി എങ്ങനെയാണ് വളരെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിക്കൊണ്ടുവന്ന മീനാണിത്. ഗാജുവക്ക മാർക്കറ്റിൽ നിന്നാണ് ഈ മീൻ വാങ്ങിക്കൊണ്ടുവന്നത്. ഇതിന് വെള്ളക്കണ്ണൻ എന്നാണ് നമ്മളെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളെന്ത് പറയുന്നത് അറിയില്ല. അപ്പോഴൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത്. അയിലയുടെ ഒരു സൈസാണ്, പക്ഷേ ഇതിൻ്റെ തോലിന് നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ ഞാനിത് തോല് എങ്ങനെയാണ് ഉരിയുന്നതെന്ന് കാണിച്ചു തരാം. ഇത് മൊത്തം 10 മീനുണ്ട്, 200 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ ഇത്രയും മീനുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തോല് കട്ട് ചെയ്ത് കാണിക്കാം എങ്ങനെയാണെന്ന്. ആദ്യം തന്നെ ഇതിൻ്റെ ചിറകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം ഇതിൻ്റെ തലഭാഗം ഞാൻ നല്ല മീനാണ്, നല്ല ഫ്രഷ് മീൻ തന്നെയാണ്. അതിൻ്റെ ബ്ലഡൊക്കെ ഉണ്ട്. ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല മൂർച്ചയുള്ള കത്തി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അതിനുശേഷം ഈ 2 സൈഡും ഇതുപോലെ തന്നെ കട്ടിയുള്ള മുള്ളു ഭാഗമാണത്, ഇതും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴും നമ്മൾ പാല് വെച്ചിട്ടുണ്ട്. ഈ മുകൾ ഭാഗത്തുനിന്ന് ഇങ്ങനെ പിടിച്ച് വലിച്ച് താഴോട്ടങ്ങ് എടുത്താൽ മതിയാകും. സിമ്പിളായിട്ട് നമ്മൾ ഈ 2 സൈഡും അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്കത് വലിച്ചിരിഞ്ഞ് കളയാൻ പറ്റും. അപ്പം നോക്ക്, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ വാലങ്ങ് കട്ട് ചെയ്ത് കളയാം. ഒരു തടിയുടെ മുകളിൽ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാലും മതിയാകും. അതുപോലെ എല്ലാം ഞാനിതുപോലെ ഒന്ന് തോലൊക്കെ കളഞ്ഞെടുക്കാൻ പോവുകയാണ്. പ്രത്യേകം ഇട്ട് നമ്മൾ കറി വെക്കുമല്ലോ, അപ്പോൾ തലയിൽ ആ പൂവ് ഇങ്ങനെ അങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. പൂവ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് ഉണ്ടാക്കില്ല. അതുകൊണ്ട് പൂവും ഈ കുടലും എല്ലാം കൂടെ ഇതങ്ങ് കളയുകയാണ് ചെയ്യാറുള്ളത്. ഈ തല നല്ലതുപോലെ ഇങ്ങനെ 2-3 വെള്ളം ഒലച്ച് കഴുകിയെടുത്താൽ ഈ തല മാത്രം ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്യുകയോ അല്ലെങ്കിൽ കറി വെക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്കിവിടെ പതിവായിട്ടൊരു മീൻകാരി വന്നിട്ട് മീൻ കൊണ്ടുവന്ന് വെട്ടിത്തരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മാർക്കറ്റിൽ പോയപ്പോഴത്തേക്ക് ഈ മീൻ കണ്ടപ്പോൾ അങ്ങ് വാങ്ങിയതാണ്. അപ്പോൾ മാർക്കറ്റിൽ വെട്ടിത്തരാറുണ്ട്, പക്ഷേ അവർ തോല് കളയാറില്ല. അയില മുറിക്കുന്ന കണക്ക് തലയും പാലും ഒക്കെ കളഞ്ഞിട്ട് മുറിച്ച് തരും. ഞാൻ വിചാരിച്ചു ഇതുപോലെ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് സൗകര്യം പോലെ ഇങ്ങനെ തോല് കളഞ്ഞെടുക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങി. അയിലയുടെ രൂപസാദൃശ്യമൊക്കെ ഉണ്ടെങ്കിലും കുറച്ചുകൂടി വ്യത്യസ്തനാണിത്. അപ്പോൾ കുക്കിങ്ങൊക്കെ പഠിച്ചു വരുന്ന പുതിയ കൂട്ടുകാർക്ക് ഇത് ഒത്തിരി ഉപകാരപ്രദമാവുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഇങ്ങനെ തോല് കളഞ്ഞെടുക്കാൻ പറ്റും. അല്ല, അപ്പോൾ നമ്മൾ എല്ലാ മീനും ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. നോക്ക്, എല്ലാം നമ്മൾ കട്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുത്താൽ മതി. 2-3 പ്രാവശ്യം വെള്ളം ഒഴിച്ച് കഴുകിയെടുത്താൽ മതിയാകും. ഉപ്പൊന്നും ഇട്ട് വരേണ്ട ആവശ്യമില്ല കേട്ടോ, തോല് കളഞ്ഞതുകൊണ്ടേ. തലയും ഇതുപോലെ ഉരിഞ്ഞെടുക്കുക. ഈ പൂവ് ഇരുന്ന് കഴിഞ്ഞാൽ കറിക്കൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരിക്കലും തലയും മീനും കൂടിയിട്ട് കറി വയ്ക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു ടേസ്റ്റ് വരും. തല മാത്രം ഇട്ട് കറി വയ്ക്കുന്നതാണ് നല്ലത്. തല ഞാനിതുപോലെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ 2-3 പ്രാവശ്യം കഴുകിയെടുക്കണം. കുടലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അങ്ങ് പാടയും കുടലും ഒക്കെ ഇങ്ങനെ എടുത്ത് നല്ലതുപോലെ ഉരച്ച് കഴുകിയെടുത്താൽ മതിയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഈ ടോട്ടൽ 10 മീനിൽ നിന്നും 5 മീനെ ഞാൻ ഫ്രൈ ചെയ്യാനും 5 കറി വയ്ക്കാനുമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. തലയെല്ലാം പ്രത്യേകം എടുത്ത് വൃത്തിയാക്കി മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഈ വെള്ളാക്കണ്ണൻ മീൻ മൊത്തം 10 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വലിയ പീസൊക്കെ ഞാൻ കറി വയ്ക്കാനായിട്ട് എടുക്കുകയാണ്.
5 കറി വയ്ക്കാൻ എടുക്കുകയാണ്, 5 പൊരിക്കാനും എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് പൊരിക്കാൻ എടുക്കാം, ഇത് കറിക്കെടുക്കാം. ഇത് രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുകയാണ് കറി വയ്ക്കാനായിട്ട്. മുള്ളിന് കുറച്ച് കട്ടി കൂടുതലാണ് ഈ മീനിന്, അതുകൊണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ കറി വയ്ക്കുന്നതും ഫ്രൈ ചെയ്യുന്നതൊക്കെ നാളത്തെ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോഴിത് പൊരിക്കാനായിട്ട് ചെറിയ മീൻ എടുക്കുകയാണ്. വെള്ളാക്കണ്ണിൻ്റെ ചെറിയ മീനാണിത്. ഇതൊന്ന് പൊരിക്കാനായിട്ട് എടുക്കുകയാണ്. നല്ല മാംസമുള്ള മീനാണ് കേട്ടോ. ഇനി ഇതൊന്ന് ഇതുപോലെ പകുതിക്ക് വെച്ചിട്ട് ഒന്ന് മുറിച്ച് അരപ്പ് വരട്ടാം.